ഞാനിവിടെ ഫസ്റ്റ് ഇയർ BDSന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻ്റാണ്. പിന്നെ നമുക്ക് ഇയാൾ റാം സാറിൻ്റെ അടുത്തുനിന്ന് ഇത്തരം മോശമായ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ വളരെ മോശമായ വാക്കിൽ വിളിക്കുക, പിന്നെ ഹറാസ്മെൻറ്റ്, മെൻ്റലായിട്ടുള്ള ഹറാസ്മെൻറ്റ്. ഇവിടെ ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞ സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു പേരൻസിനെല്ലാം വിളിച്ചിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് റാം സാറ് പെരുമാറിയത്. അത് പേരൻറ്റിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വേസ്റ്റ് അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. വേസ്റ്റ് സ്വന്തം മോളെ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇത്രയും വലുതാക്കി ഇവിടെ വിട്ടൊരു മോളെ കൊണ്ടാണ് പറയുന്നത് വേസ്റ്റാണ്. അപ്പോൾ ബാക്കി അധ്യാപകരുണ്ട്, അവർ പ്രതികരിച്ചിട്ടില്ല. അത് അവർക്ക് ചിലപ്പോൾ അവരെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം നമുക്ക് ഈ മരിച്ച നിതിൻ രാജ് പറഞ്ഞത് കറക്റ്റാണ്. സ്റ്റാഫ് റൂം ഒരു കളിയാക്കലിൻ്റെ സെൻറ്ററാണ്. ആ കുട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു മിസ്റ്റേക്കും ഇല്ല. ആ കുട്ടി പറഞ്ഞത് എല്ലാം ശരിയാണ്. നമുക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് അതാണ് മനസ്സിലായത്. പിന്നെ ഇവർ എന്തെങ്കിലും ബുക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫൈൻ അടുപ്പിക്കുക, അതൊക്കെ ചിലപ്പം മറ്റു കോളേജിലുണ്ടാവും. എന്തായാലും ഈ റാം സാറിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ട് മെൻ്റലായിട്ടും ഈ കുട്ടികളെ അടിക്കുന്ന ഒരു സംഭവം ക്ലാസ് റൂമിൽ വേറെ കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുക, ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ബാക്കി സീനിയേഴ്സ് ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ മോളെ ഈ ഹറാസ്മെൻറ്റ് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. പിന്നെ കുട്ടികൾ ഷേവ് ചെയ്യാത്ത ആൺകുട്ടികളെ കൊണ്ട് ഫൈൻ അടുപ്പിക്കുക, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, 3 ദിവസത്തെ അറ്റൻഡൻസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ പറ്റാത്ത പ്രശ്നം ഇവർ ഇനിയും ഇവിടെ പഠിക്കേണ്ടതാണ്. ഈ 5.5 വർഷങ്ങളിൽ അവർ 10ഉം 15ഉം വർഷമാക്കിയിട്ട് നീട്ടാൻ അവർക്ക് കഴിയും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് മാറി നിൽക്കുന്നത്. എന്തായാലും റാം സാർ ഇവിടുന്ന് പുറത്താക്കണം. നമ്മൾ പരാതി കൊടുക്കുകയാണ് പേരൻസ് എന്നുള്ള നിലയ്ക്ക്. നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്കും ഇന്ന് നമ്മൾ ഇമെയിലായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ കേസ് ഇതിങ്ങനെ ഒതുക്കി തീർക്കരുത് ലോണാപ്പിൻ്റെ പേരിൽ. അങ്ങനെയല്ല. കാരണം ആ കുട്ടി അതിനകത്രം ഇവിടുന്ന് അനുഭവിച്ചു പോയതാണ്. പിന്നെ അന്ന് ലാസ്റ്റ് ദിവസം പിന്നെ ഈ പ്രിൻസിപ്പാളെ റൂമിൽ നമുക്കറിയില്ല, ഇവിടെ സീനിയേഴ്സ് പറഞ്ഞാണ് റാം സാർ ഉണ്ടായിരുന്നു, പിന്നെ ഈ ലതാമാം പുറത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു ഇതാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ ഇവിടെ എല്ലാ CCTV എല്ലാ സെറ്റപ്പും ഉള്ളതാണ്. അപ്പോൾ പോലീസ് അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പാരൻസ് ഇപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, ഈ കുടുംബം വേറൊരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷന് വേണ്ടിയിട്ട് ഇതാക്കുകയാണെങ്കിൽ അവരെ കൂടെ നമ്മൾ 100% നിൽക്കും. എന്നാലേ ഇത് സത്യം, ഈ കുട്ടിക്ക് ഏതായാലും മരിച്ചു കഴിഞ്ഞ് ഇനിയെങ്കിലും നീതി കിട്ടണം. കാരണം അത്രയും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാ കുട്ടികൾക്കും അറിയുന്നതാണ്. അവർക്ക് തുറന്നു കൂടാതെ ഇവിടെ മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇവരൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അല്ല ചേട്ടാ, ഇതെന്താ സംഭവം എന്ന് അറിയാം. ഇവിടെ ആരാ മാനേജ്മെൻറ്റ് ഞങ്ങൾക്കറിയില്ല. 6 മാസമായി കുട്ടിയോട് പഠിക്കുന്നത്. ആരാ മാനേജ്മെൻറ്റ് എന്ന് അറിയില്ല, നമുക്കറിയില്ല. നമുക്ക് ഈ പ്രശ്നം വന്നപ്പോഴാണ് ഇതൊരു ജബ്ബാറിൻ്റെ കയ്യിലാണ്, അബ്ദുൽ ജബ്ബാർ ഹാജിൻ്റെ കയ്യിലാണെന്നൊക്കെ നമ്മളറിയുന്നത് ഇപ്പോൾ ഇന്നലത്തെ ന്യൂസിലാണ്. നമുക്കറിയില്ല. നമ്മളാരും അങ്ങനെ നമുക്കൊരു പരാതി പറയാൻ സ്ഥലമില്ല. ആ ആ ആ അതെ. ഇല്ല, പ്രിൻസിപ്പാൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, പങ്കെടുത്തിട്ടില്ല. ബാക്കി ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബാക്കി ടീച്ചേഴ്സിന് പ്രതികരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ചിലപ്പോൾ ശീലമായിപ്പോയിട്ടുണ്ട് ഇത്രയും വർഷത്തേതായിട്ട്. ഒരുപാട് കുട്ടികൾക്ക് അനുഭവമുണ്ട് രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് അവരെ മോശം. തീർച്ചയായിട്ടും വന്ന് എല്ലാവരെയും കരയിപ്പിച്ചിട്ട് 5 ദിവസം ഉണ്ടായിരുന്നു. കരഞ്ഞു പോകാത്തവരന്ന് കുറവാണ്. അത് കയറുമ്പോൾ തന്നെ കരയിപ്പിക്കും. പിന്നെ അടിക്കാൻ കയ്യൂങ്ങ. ഒരു പെൺകുട്ടീൻ്റെ നേരെ രക്ഷിതാവിനൊന്ന് കയ്യൂങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പം നമ്മളെ നിവൃത്തികേടാണ്. ഇപ്പോൾ ഈ കുട്ടി മരിച്ചുകൊണ്ടാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റി. അപ്പോൾ റാം സാറാണ് ഇതിൽ നമ്മൾ കാണുന്നത് അത്രയും മോശമായിട്ടുള്ള പെരുമാറ്റം. മറ്റുള്ളവർ സൈലൻ്റായി നിന്ന് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ നിങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ. അതെ. നമ്മളെ കുടുംബത്തോടു കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കാകുന്ന രൂപത്തിൽ ആ കുട്ടിക്ക് നീതി കിട്ടണം. ഈ കേസ് തെളിയണം. ഇതിൽ ഒരു ആത്മഹത്യയായിട്ട് തള്ളേണ്ട കേസല്ലത്. ഇതൊരു ശരിക്ക് ഒരു കൊലപാതകം തന്നെയാണ്. അത് നിൽക്കണം. അവർ പറയുന്നതൊക്കെ 100% ശരിയാണ്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാലോ, നമ്മളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് 5 ദിവസമായിട്ടായിരുന്നു മീറ്റിംഗ് നടന്നത്. അപ്പോൾ അവരേത് ദിവസമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് വന്നവരൊക്കെ ഇവർ കരയിപ്പിച്ചാണ് വിട്ടത്. കുട്ടികളൊക്കെ അത്രയും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോങ്കിന്ന് വിളിക്കുക. അത് നമ്മളെ മാത്രം മുന്നിൽ നിന്നാണ് പ്രശ്നമില്ല, ഇത്രയും ടീച്ചേഴ്സിന് മുന്നിൽ നടുവിൽ നിർത്തിയിട്ടാണ്. എന്നിട്ട് റാം സാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ടീച്ചറെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുക. ചീത്ത പറയാത്ത ടീച്ചറോട് ഇയാൾ ചൂടാകുക. ഈ റാം എന്ന് പറഞ്ഞ ആൾ ബാക്കിയുള്ള ടീച്ചർ ചീത്ത പറയുന്നില്ല, അവരോട് ദേഷ്യം പിടിക്കുക. നിങ്ങളെന്താ കുട്ടിയെ ചീത്ത പറയാത്തത്? ഇതെന്തിനാണെന്നറിയോ? 2-3 മാർക്ക് കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചെറിയ വിഷയങ്ങളായിരിക്കും. പക്ഷേ അയാളതൊരു സൈക്കിക്കായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയാളെ നിർബന്ധമായിട്ടും ഇവിടുന്ന് ഒഴിവാക്കണം. കാരണം ഇനിയും കുട്ടികൾ പഠിക്കേണ്ടതാണ്. പിന്നെ സീനിയേഴ്സ് പറഞ്ഞ് വേറെയും അധ്യാപകർ ഇതുപോലെ പെരുമാറുന്നവരുണ്ടെന്ന് പറഞ്ഞ്, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ മോശമായി പെരുമാറിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരുവിധം കുട്ടികളോടൊക്കെ പെരുമാറിയിട്ടുണ്ട്.